ചേട്ടാ, ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രചരണം, ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ, ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ ഇത്തവണ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിൽ പോലും BJP വളരെ വലിയ സ്വാധീനം ഉറപ്പിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ നാം കേൾക്കുന്നുണ്ട്. എന്താണ് അതിനെ കുറിച്ച് തോന്നുന്നത്? ഇക്കാര്യത്തിൽ ആദ്യം തന്നെ പറയാനുള്ളത് വെൽഡൺ രാജീവ് ജി എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം ആർ സി എന്ന് വെച്ചാൽ റിയൽ ചേഞ്ച് എന്ന രീതിയിലാണ് BJP പ്രവർത്തകർ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരിക്കൽ പറഞ്ഞ രീതിയിലുള്ള ഒരു അയൺ മാൻ എന്ന രീതി കേരള രാഷ്ട്രീയത്തിലെ കേരള BJPയിലെ ഒരു അയൺ മാൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ മാറി എന്നുള്ളത് ഒരു സംശയത്തിനും ഇട നൽകാത്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPയിലുണ്ടാകുന്നത്. BJPയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു ഡ്രാമാറ്റിക് കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് അപ്പുറത്തായിട്ട് ഒരു തനി പ്രൊഫഷണൽ ഒരു ലുക്കിലേക്ക് BJP മാറ്റാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. പാർലമെന്റ് നമ്മളൊക്കെ ഒരുപാട് തവണ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിലൊക്കെ നമ്മൾ പോയിട്ടുള്ളതാണ്. ആ സമയത്ത് നമ്മൾ മറ്റു പാർട്ടികളുടെ സംസ്ഥാന കാര്യങ്ങളിൽ സ്റ്റേറ്റ് ഓഫീസുകളിൽ പോയിട്ടുള്ളതാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് BJPയുടെ ഓഫീസിലും കണ്ടിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അവിടെ എല്ലാം പ്രൊഫഷണലാണ് കാര്യങ്ങൾ. ഒരു വലിയ IT ടീം, വലിയ സോഷ്യൽ മീഡിയ ടീം, അതിന് സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും നിരീക്ഷിക്കുന്ന ഒരു ടീം, ആ മാധ്യമങ്ങൾ 100% പൂർണ്ണമായിട്ടും ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്ന വലിയൊരു ടീം, ഇതെല്ലാം നോക്കിയാണ് ഹെൽപ്പ് ഡെസ്ക്, അങ്ങനെ വമ്പൻ സംവിധാനങ്ങൾ. ഈ സംവിധാനങ്ങൾ എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെ മുഴുവൻ സമയമായിട്ട് തന്നെ അനൂപ് ആന്റണി എന്ന് പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉണ്ടാകുന്നു, സുരേഷ് എന്ന് പറയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി അവിടെ ഉണ്ടാകുന്നു. ആ രീതിയിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ, കുമ്മനം രാജശേഖരനെ പോലത്തെ മുതിർന്ന നേതാക്കൾ അവിടെ ഉണ്ടാകുന്നു. അവരോട് അഡ്വൈസ് ചോദിച്ചുകൊണ്ട് കാര്യങ്ങൾ അനൂപ് ആന്റണി അല്ലെങ്കിൽ സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നു. രാജീവ് ചന്ദ്രശേഖർ അവിടെ പരമാവധി സമയങ്ങളിൽ ഈ യാത്രകൾക്കിടയിലും കൃത്യമായി അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നു. ഇതിന് ഇപ്പം മീഡിയയുടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സന്ദീപ് സോംനാഥ് എന്ന് പറയുന്ന ജന്മഭൂമിയുടെ സീനിയർ ലേഖകനായിരുന്ന ഡൽഹിയിലെ റിപ്പോർട്ടറായിരുന്ന സന്ദീപ് വട്ടമടി ഉണ്ടാകുന്നു. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വരാഹി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട അനലിറ്റിക്കൽ ടീമിൻ്റെ പ്രധാന സ്ഥാനത്ത് പങ്കുവഹിച്ചിട്ടുള്ള അഭിജിത്ത് രാധാകൃഷ്ണനെ പോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകുന്നു, യുവത്വം ഉണ്ടാകുന്നു, 27 വയസ്സ് മാത്രം പ്രായമുള്ള യുവാക്കളുണ്ടാകുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ് ടീം മൊത്തത്തിൽ ഒരു യുവാക്കളുടെയും എനർജറ്റിക്കും പ്രൊഫഷണലായിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിനെയാണ് അവിടെ നിയോഗിക്കുന്നത്. ഇത് തന്നെയാണ് അതിൻ്റെ അകത്തൊരു റിയൽ ചേഞ്ച് എന്ന് പറയുന്നത്. അനൂപ് ആന്റണി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഡൽഹിയിലെ PM-ന്റെ ഓഫീസിൽ ഉൾപ്പെടെ ജോലി ചെയ്തിട്ടുള്ള അനുഭവ പരിചയവും അതുപോലെ ഡൽഹി കേന്ദ്രീകരിച്ച് യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ പാരമ്പര്യവും അതേപോലെ തന്നെ അനായാസം തന്നെ ഹിന്ദിയും ഇംഗ്ലീഷും കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു പാണ്ഡിത്യവും ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് അനൂപ് ആന്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, മാത്രമല്ല അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിശ്വാസി കൂടിയാണ്, അങ്ങനെയുള്ള വ്യക്തിയെ കൂടി ഈ കൃത്യമായി ഈ ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതോടുകൂടി ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയകളിൽ പോലും കയറി ചെന്ന് അവിടെ സംസാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു യുവനിര അതിനിടയിലുണ്ടായി. അനൂപ് ആന്റണി ആയിക്കോട്ടെ, ഷോൺ ജോർജ് ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഒരു യുവനിര അവിടെ ഉണ്ടാകുകയും ആ യുവനിര ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടെ ഒരു സംവിധാനത്തെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഇടയിലെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ആദ്യം തന്നെ തീരുമാനിച്ചത് നാളെ രാവിലെ എല്ലാ വാർഡുകളിലും എല്ലാ ഡിവിഷനിലും 23,600 ഡിവിഷനുകളിലും സ്ഥാനാർത്ഥിനെ നിർത്തണം BJP എന്നല്ല. ആദ്യം വേണ്ടത് ബൂത്ത് തലങ്ങളിൽ കൃത്യമായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയും ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കിയും ബൂത്ത് കമ്മിറ്റികളെ ആക്റ്റീവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആദ്യം തന്നെ നിർദ്ദേശം കൊടുക്കുകയും നേതൃത്വം കൊടുക്കുകയും പരമാവധി നേതാക്കളോട് നിങ്ങൾ മുകളിലല്ല പ്രവർത്തിക്കേണ്ടത്, ബൂത്തിൽ പോയി പണിയെടുക്കൂ, നിങ്ങളുടെ സ്വന്തം ബൂത്ത് നോക്കി പണിയെടുത്ത് നന്നാക്കിയതിന് ശേഷം മുകളിലേക്ക് വന്നാൽ മതി എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ട് അവരെ ബൂത്തിലേക്ക് ഇറക്കി വിടുകയാണ്. നിങ്ങൾ ഗൃഹസമ്പർക്കം നടത്തുമോ? നിങ്ങൾ ഈ പറയുന്ന ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും അഴിമതി കഥകളും കാര്യങ്ങളും TV ചാനലിലോ അല്ലെങ്കിൽ മറ്റേ കവലപ്രസംഗങ്ങളിലോ പ്രസംഗിച്ചാൽ പോരാ. അത് ഓരോ വീട്ടിൽ ചെന്നിട്ട് ആളുകളുമായിട്ട് സമ്പർക്കം നടത്തണം. അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. അബ്ദുൾ കുട്ടീനോടും നമ്മുടെ അബ്ദുൾ സലാം സാറിനോടും ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ മുസ്ലിം വീടുകളിൽ പോകും, അവിടെയുള്ള ആളുകളോട് സംസാരിക്കും, അവർക്ക് BJP-നോട് എന്താണ് എതിർപ്പ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും, ആ എതിർപ്പിന് എന്താണ് സൊല്യൂഷൻ എന്ന് നോക്കൂ, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചതാണെങ്കിൽ അവരെ ഇതിൻ്റെ റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കൂ എന്നുള്ള ചുമതലയാണ് കൊടുത്തത്. അപ്പം എല്ലാ തലത്തും ഇപ്പോൾ ഷോൺ ജോർജ്, അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള ടീമിനെ
ക്രിസ്ത്യൻ ബെൽറ്റിൽ കൃത്യമായ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നു. അബ്ദുൾ സലാം സാറിനെയും അബ്ദുൾ കുട്ടീനെയും പോലെയുള്ള ഒരു ടീമിനെ ഈ മുസ്ലിം ഭൂരിപക്ഷ ഏരിയകളിൽ അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി ചുമതല നൽകുന്നു. ഈ കുമ്മനം രാജശേഖരനെയും അതേപോലെയുള്ള ഈ ഒരു ഹിന്ദു ആത്മീയ നേതാക്കൾ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന നേതൃത്വം എന്ന നിലയിൽ കാണുന്ന വ്യക്തിയാണ് കുമ്മനം രാജശേഖരൻ. അങ്ങനെയുള്ള വ്യക്തികളെ ഈ ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ശബരിമല വരെയുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ റേസ് ചെയ്യാൻ വേണ്ടിയുള്ള ചുമതല ലഭിക്കുന്നു. അങ്ങനെ ഈ ഇപ്പം പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ മീഡിയ ചുമതലയുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ അതിൻ്റെ പറ്റുന്ന രീതിയിലുള്ള പ്രൊഫഷണലിസം അതിൻ്റെ അകത്ത് കാണിക്കൂ. എല്ലാത്തിനും അതിൻ്റെ അകത്ത് കൃത്യമായ ഒരു ഓഡിറ്റിംഗ് ഉണ്ടാകണമെന്ന് പറയുന്നു. എല്ലാ ദിവസവും ഓഡിറ്റിംഗ് നടത്തുന്നു. ഇത് സംബന്ധിച്ച് എല്ലാ ദിവസവും ഇത് സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തൽ നടത്തുന്നു. എവിടെയാണ് വീഴ്ച വന്നത്, എവിടെയാണ് ഇത് ബെറ്റർ ആക്കേണ്ടത് നടത്തുന്നു. എല്ലാ ദിവസവും രാവിലെ 10 മണിക്കും 11 മണിക്കും ഇടയിൽ അന്നത്തെ മാധ്യമ ചർച്ചകൾ, അതിൻ്റെ തലേദിവസത്തെ മാധ്യമ ചർച്ചകൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്താണ് ട്രെൻഡ് ആകേണ്ടത്, അല്ലെങ്കിൽ മീഡിയയിൽ എന്താണെന്ന് ചർച്ചയാകേണ്ടത്, ആ വിഷയങ്ങളെക്കുറിച്ച് മീഡിയ ടീം ഇരുന്ന് ചിന്തിക്കുന്നു. ആ ചിന്തിച്ച ടീമുകൾ അനുസരിച്ച് അന്ന് ചാനലിലെ പാനലിസ്റ്റുകളായി അവർ പോകുന്നു. അങ്ങനെ സമൂലമായ മാറ്റങ്ങളാണ് ഇന്നത്തെ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാ മാറ്റങ്ങളും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഒറ്റയടിക്കുണ്ടായ മാറ്റങ്ങളല്ല, പക്ഷേ ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാണ്. എന്നാലും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഇതിനകത്ത് ഒരു പ്രൊഫഷണൽ ടച്ച് അതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 21,000-ലധികം വരുന്ന സ്ഥാനാർത്ഥികളെ എൻ ഡി എക്ക് നിർത്താൻ കഴിഞ്ഞതും 19,500-ൽ പരം വരുന്ന സ്ഥാനാർത്ഥികളെ ബി ജെ പിയുടെ ചിഹ്നത്തിൽ നിർത്താൻ കഴിഞ്ഞതും 2000-ന് മുകളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞതും ഏകദേശം 500ഓളം മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി കഴിഞ്ഞതും അതും ബി ജെ പിന്റെ കഴിവായി കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ആ തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ RC എന്ന് പറയുന്ന റിയൽ ചേഞ്ച് എന്നുള്ള രീതിയിൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ ആ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ പാടവം അല്ലെങ്കിൽ പ്രൊഫഷണൽ കഴിവ് അദ്ദേഹത്തിന് തെളിയിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് ഉണ്ടായത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും. മാത്രമല്ല ഈ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കാര്യം ആരും ശ്രദ്ധിക്കുക, ഈ CPM-ന്റെ കോട്ടകൊത്തളങ്ങളിലെല്ലാം തന്നെ കൃത്യമായ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ദിവസം കണ്ണൂരിലും അവിടെയൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇട്ടുള്ള പോസ്റ്റുകളുണ്ട്. ചില CPM-ന്റെ കോട്ടകളിൽ പോലും അവിടെ ഇന്നർ ബൂത്ത് ഏജൻസോ അല്ലെങ്കിൽ ഔട്ടർ ബൂത്തോ ഉണ്ടാകാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് അവിടെ BJP-ൻ്റെയോ അല്ലെങ്കിൽ ഒരു താമരയോ ചിഹ്നമോ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ കണ്ടു കഴിഞ്ഞാൽ പോലും അവരവിടെ നിന്ന് വെട്ടിനുറുക്കി കത്തിക്കുന്ന തരത്തിലേക്കുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ഔട്ടർ ബൂത്ത് ഉണ്ടാകുന്നു. അവിടെ ബൂത്തിൽ സജീവമായ ആൾക്കാരുണ്ടാകുന്നു. ഈ വോട്ടർമാരെ കൂട്ടിക്കൊണ്ടുവരാനും അവിടെ ആളുകളെ കൃത്യമായി വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനം ഉണ്ടാകുന്നു. CPM ഒക്കെ എങ്ങനെയാണോ അവിടെ ആളുകളെ തങ്ങളുടെ വോട്ടർമാരെ ബൂത്തിൽ എത്തിക്കുന്നത് അതിന് സമാനമായ അല്ലെങ്കിൽ അതിൽ ഒരു പടിയും കൂടെ മുതിർന്ന അല്ലെങ്കിൽ മുന്തിയ പ്രവർത്തനം തന്നെ അവിടെ BJP കാഴ്ചവെക്കുന്ന നിലയിലേക്ക് പോകുന്നു. പല ബൂത്തുകളിലും, എൻ്റെയൊക്കെ നാട്ടിലെ പല ബൂത്തുകളിലും ഈ പറയുന്ന പല ഡിവിഷനുകളിലോ അല്ലെങ്കിൽ പല വാർഡുകളിലോ സ്ഥാനാർത്ഥിയെ പോലും കിട്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവിടെ സ്ഥാനാർത്ഥി നിൽക്കുകയും ഇന്നർ ബൂത്ത് ഏജന്റുമാരും ഔട്ടർ ബൂത്ത് ഏജന്റുമാരും അവിടുത്തെ BJP-യുടെ വോട്ടുകൾ കൃത്യമായി അല്ലെങ്കിൽ സാധാരണ BJP-ക്ക് കിട്ടാൻ സാധ്യതയുള്ള ആ വോട്ടുകൾ കൃത്യമായി ചെയ്യിച്ചോ എന്ന് നോക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അത് വിജയത്തിലേക്ക് വഴിമാറി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെയും CPM-ന്റെയും ഏറെക്കുറെ കോട്ടകൊത്തളങ്ങളെല്ലാം തന്നെ BJP-ക്ക് കടന്നു കയറാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞ് പരത്തിയിരുന്ന ഇത് CPM-ന്റെ അപ്രമാദിത്വമുള്ള സ്ഥലമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്ന പല കേന്ദ്രങ്ങളും ഈ BJP-യുടെ താമര അവിടെ വിരിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും RCക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു സംശയത്തിന് ഇട നൽകാത്ത രീതിയിൽ പറയാൻ പറ്റുന്ന കാര്യമാണ്. മാത്രമല്ല ഞാൻ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാനൊരു കാര്യം കൂടി ഓർക്കുകയാണ്. അതായത് ഇത്തവണ നമ്മുടെ ബിജെപിയുടെ ഒരുപാട് ക്യാമ്പയിനുകളും വലിയ രീതിയിലുള്ള സ്വാധീനമൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ പോളിംഗ് ശതമാനം കുറയാൻ കാരണവും ഈ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾ അത്രത്തോളം ഏറ്റെടുത്തതൊക്കെ ഈ ക്യാമ്പയിന്റെ ഫലമായിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അതിനകത്ത് ഈ പറയുന്നത് മാറാത്തത് മാറും എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇടതും വലതും മതിയായി ഇനി വരണം BJP NDA എന്ന് പറയുന്നതും ഇതൊക്കെയുള്ള ഈ ക്യാമ്പയിനുകളൊക്കെ അതേപോലെ വികസിത അനന്തപുരി, വികസിത കേരളം അങ്ങനെ പറയുന്ന ആ ഒരു ക്യാമ്പയിൻസൊക്കെ അത് സാധാരണ മറ്റുള്ള പാർട്ടികളുടെ ഈ നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നതിന് അപ്പുറത്തായിട്ട് നമുക്ക് എന്തൊക്കെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള BJPക്ക് സ്വാധീനമുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ BJP ടാർഗറ്റ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു ഡെവലപ്മെന്റ് വിഷൻ മുന്നോട്ട് വെച്ചിരുന്നു. അവിടെ ഒരു വികസിത അനന്തപുരി ആയിക്കോട്ടെ, വികസിത കോഴിക്കോട് ആയിക്കോട്ടെ, വികസിത തൃശ്ശൂർ ആയിക്കോട്ടെ, വികസിത കുന്നംകുളം ആയിക്കോട്ടെ, വികസിത കൊടുങ്ങല്ലൂർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു വലിയ ക്യാമ്പയിന് അവിടുത്തെ വ്യത്യസ്ത മേഖലകളിലെ നാനാ
ജാതി മതസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ മേഖലകളിലെ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച, ഒരു വികസിത ഡെവലപ്മെന്റ് വിഷൻ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ചേർത്ത് വെക്കുന്ന തരത്തിലുള്ള ഒരു ഒരു റിസൾട്ട് തന്നെയാണ് ഇത് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.